ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞങ്ങൾ പുറത്തൊക്കെ പോയിട്ട് ഒരു ഷേക്ക് കുടിക്കാൻ വേണ്ടി കയറിയതാണ്. ഷേക്ക് കുടിക്കാൻ കയറുകയെന്ന് വെച്ചാൽ നമ്മുടെ അട്ടക്കുളങ്ങര രാമചന്ദ്രയുടെ അടുത്ത് ഓപ്പോസിറ്റുള്ള ഒരു ഷോപ്പിലാണ്. അങ്ങനെ ഞാൻ മെനു കാർഡൊക്കെ എടുത്ത് വെച്ച് നോക്കുവാണ്. അപ്പോൾ എനിക്ക് ആദ്യം തന്നെ കണ്ടപ്പോൾ ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നിയ ഒരു ചട്ടി ഫലൂഡ, ഈ സാധനം 249 രൂപയാണ്. അപ്പോൾ ഞാനിത് കഴിക്കാൻ വേണ്ടി ഇതാണ് ഓർഡർ ചെയ്തത്. എൻ്റെ ഹസ്ബൻഡ് ഓർഡർ ചെയ്തതെന്ന് വെച്ചാൽ ഒരു മാജിക് മൊജിറ്റോയാണ്. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആ സംഭവം കൊണ്ടുവന്നപ്പം നല്ല തിളയ്ക്കുന്നുണ്ട്. അതായത് ഡ്രൈ ഐസായിട്ടിരുന്നത്, അതാണ് വെള്ളം ഇങ്ങനെ തിളച്ചിട്ടോ എല്ലാം പൊങ്ങിക്കളയുന്നുണ്ട്. ഇത് ലെമണാണ്. ഈ ലെമൺ അതിൻ്റെ അകത്ത് ഒഴിച്ചിട്ട് ഇത് കുടിക്കണം. സത്യം പറഞ്ഞാൽ ഈ കാണുന്ന ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഈ സംഭവം ഒരു വഹയ്ക്കും കൊള്ളില്ലായിരുന്നു. 100 രൂപയാണ്. 100 രൂപ സത്യത്തിൽ തേഞ്ഞു. ഒരു 25 രൂപയ്ക്കോ 50 രൂപയോ ലെമൺ ജ്യൂസ് വാങ്ങിച്ച് കുടിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ ചട്ടി ഫലൂഡ എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് വരുന്നത്. അകത്ത് നല്ല പുകയൊക്കെ വരുന്നുണ്ട്. മനസ്സിലായി, ഇതിൻ്റെ അടിയിൽ എന്തോ ഡ്രൈ ഐസ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഐസ്ക്രീം നമ്മൾ സാധാ നോർമൽ ഫലൂഡ പോലെ തന്നെ, അതിൻ്റെ പുറത്ത് ഐസ്ക്രീമും കുറച്ച് വേഫറും ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഈ സംഭവം കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. എന്താണ് സംഭവം അതൊന്നും എനിക്ക് അറിഞ്ഞൂടല്ലോ. ഞാൻ ആദ്യം പുകയൊക്കെ വരുന്ന ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അവരുടെ ബാക്കിലൊക്കെ ഇരിക്കുന്ന കുറച്ച് കൊച്ചു പിള്ളേരുണ്ട്. അവരുടെയൊക്കെ സെൻറ്റർ ഓഫ് അട്രാക്ഷനായി. പിള്ളേരൊക്കെ എന്നെ നോക്കുന്നുണ്ട്, ഈ ചേച്ചി ഇതെന്ത് സാധനമാണ് കഴിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഒന്നുമില്ല, വല്ല നോർമൽ ഷാർജയും വാങ്ങിച്ച് കുടിച്ചാൽ മതിയായിരുന്നു ഞാൻ പറയുന്നുണ്ടായിരുന്നു. കാരണം വലിയ ഗുണമൊന്നുമില്ല, എന്നാൽ കുഴപ്പമില്ല. ഒരു വെറൈറ്റിക്ക് നമുക്ക് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ കാണാമല്ലോ, അതിന് വേണ്ടിയുള്ള സംഭവമാണെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ കുറച്ച് സമയം എടുത്തായിരുന്നു. ഐസ്ക്രീമിൻ്റെ ക്വാണ്ടിറ്റി ആയിരുന്നു കൂടുതൽ. അപ്പോൾ ഇതിൻ്റെ അടിയിൽ എന്താണെന്ന് കാണിച്ചു തരാം. ഉണ്ടോ, ഇതിൻ്റെ അടിയിലാണ് ഡ്രൈ ഐസാണ്. ഡ്രൈ ഐസ് വെള്ളത്തിലിട്ട് വയ്ക്കാൻ വേണ്ടി പോകും. ഞാൻ M4 കണ്ടിട്ടുണ്ട്. M4 അവരിങ്ങനെ അതേപോലെ ഫോഗൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തായിരുന്നു. അപ്പോൾ ഇക്കും അത് കയ്യിലെടുത്ത് നോക്കിയായിരുന്നേ. കയ്യിലെടുത്ത് നോക്കി തൊട്ടപ്പോൾ ഒന്നും അറിയാൻ പറ്റുന്നില്ല. കയ്യിലെടുത്ത് പെട്ടെന്ന് നല്ല ചൂടടിക്കുന്ന പോലെ നമുക്ക് തോന്നിയായിരുന്നു. കൈ നല്ലൊരു നീറ്റൽ പോലെ തോന്നിയായിരുന്നു. വേറെ വലിയ സീനൊന്നുമില്ല, ഈ സംഭവം നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ ഞാനങ്ങനെ ഈ സംഭവം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇക്കു മൊജിറ്റോ കഴിച്ച് തേഞ്ഞിരുന്നുകൊണ്ട് പിന്നെ ഒരു ഡ്രൈ ഫ്രൂട്ടിൻ്റെ ഒരു ഐസ്ക്രീം കൂടെ വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടും അതെല്ലാം കഴിച്ചു. രാത്രിയായപ്പോൾ തിരിച്ചിറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, ബൈ, ടാറ്റാ.